ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് മെമ്മറി ട്രിക്സുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഓരോ ലൊക്കേഷനിൽ ഓരോ കാര്യങ്ങൾ സൂക്ഷിക്കുന്നതായി ഓർത്ത് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമ്മുടെ ബോഡി തന്നെ നമുക്കൊരു ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുക്കാം. നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്സ് ഓരോ ലൊക്കേഷൻ ആക്കിയിട്ട് അവിടെ ഓരോരോ ഇമേജ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഓരോ ഇൻഫർമേഷനെ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഫർമേഷൻ എപ്പോഴാണോ നമുക്ക് പുറത്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് അത് വീണ്ടും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വിലപ്പെട്ട നമ്മളെ ഇൻഫർമേഷനുകളെ ചിത്രരൂപത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുക്കളുടെ രൂപത്തിൽ റിയലായിട്ട് കാണുന്ന ഒരു അവസ്ഥയിൽ കാണാൻ പറ്റിയ ബോഡി ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ദീന ഐറിൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ദീന പറ? ഹെഡ്. ഓക്കെ. സെക്കൻഡ് ലൊക്കേഷൻ നോസ്. തേർഡ് ലൊക്കേഷൻ മൗത്ത്. ഫോർത്ത് ലൊക്കേഷൻ ഇയർ. ഓക്കെ. ഫിഫ്ത്ത് ലൊക്കേഷൻ നെക്ക്. ഓക്കെ. സിക്സ്ത് ലൊക്കേഷൻ ഷോൾഡർ. ലൊക്കേഷൻ ഏതാണ്? കോളർ. ഓക്കെ. എയ്ത്ത് ലൊക്കേഷൻ ഇസ് ഫിംഗർ. വെരി ഗുഡ്. നയൻത്ത് ലൊക്കേഷൻ ബെല്ലി. വെരി ഗുഡ്. ലൊക്കേഷൻ ഏതാണ്? സിച്ച്. ഓക്കെ, വെരി ഗുഡ് ദീന, താങ്ക് യു. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രെയിനിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 10 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പരീക്ഷ എഴുതാനോ അല്ല ആരോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബോഡി ലൊക്കേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യമായിട്ട് അന്ന് പറഞ്ഞത് ബ്രെയിൻ ഡയറ്റാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലൊക്കേഷൻ ഹെഡാണെന്ന്. അപ്പോൾ നമ്മളെ ഹെഡിൽ ഒരുപാട് ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള അവക്കാഡോ, വാൾനട്ട്സ്, മിൽക്ക്, വാട്ടർ, ഇതെല്ലാം നമ്മുടെ ഒരാളുടെ തലയിൽ ഇങ്ങനെ വെച്ചതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാം. അപ്പം നമ്മളത് ചിന്തിക്കുമ്പോൾ ആ ഒരു ഇമേജ് നമ്മൾ അവിടെ തലയിൽ വെച്ചാലുണ്ടാകുന്ന ആ ഇമേജ്, അതിൻ്റെ സ്മെല്ല്, അത് അവിടെ അതിൻ്റെ മേലിൽ കാറ്റൊക്കെ തട്ടുമ്പോൾ അതിന് ശബ്ദം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇമേജ് നമ്മളത് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്നാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകളെ കില്ല് ചെയ്യുക, നശിപ്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ടത്തിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? ആൻഡ്. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറുമ്പ് ഇല്ലേ, നമ്മൾ ഈ മൂക്കിലിപ്പോൾ നിറച്ച് കുറേ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ച് വരികയാണ്. അപ്പോൾ ഉറുമ്പ് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം, അതിൻ്റെ ആ രംഗം, അതുപോലെ തന്നെ അത് കുത്തുമ്പോഴുള്ള വേദന, ഇതൊക്കെ ഒന്ന് അനുഭവിക്കാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്താ പറഞ്ഞത്? കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. അത് നമ്മൾ ഓർത്ത് വെക്കുന്നത് ബോഡി ലൊക്കേഷനിലെ നോസിൽ ഇങ്ങനെ ഉറുമ്പുകൾ വന്ന് അരിക്കുന്ന രംഗം ചിത്രീകരിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എക്സസൈസാണ്. അപ്പം നമ്മുടെ മൗത്താണ് മൂന്നാമത്തെ ലൊക്കേഷൻ. നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മറക്കൂല. അപ്പോൾ കുറേ എക്സസൈസ് ചെയ്യുന്ന കുറേ വള്ളി അല്ലെങ്കിൽ ഡംബൽസ്, ഇതൊക്കെ നിങ്ങളെ വായയിൽ ഇങ്ങനെ ഉള്ളതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നാലാമത്തേത് നമ്മൾ പറഞ്ഞു ബ്രെയിൻ ന്യൂട്രിയൻസ് ആണെന്ന്. അപ്പോൾ നാലാമത്തെ ലൊക്കേഷൻ ഏതാണ്? ചെവി. അപ്പോൾ ചെവിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വൈറ്റമിൻസൊക്കെ ഇങ്ങനെ വീഴാണ്. കുറേ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ബ്രെയിൻ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഓയിലുകൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ ചെവിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് താഴോട്ട് വീഴുന്ന രംഗം ഒന്ന് ചിന്തിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഓർക്കാൻ പറ്റും. അഞ്ചാമത്തേത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് പിയർ ഗ്രൂപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമ്മളെ തൊണ്ടയിൽ ഇവിടെ നിന്നിട്ട് കുറേ നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ട് യു ആർ ദ ബെസ്റ്റ്, യു ആർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഒരാൾ വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് വന്നിട്ട് നിങ്ങളെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നതോ ഒക്കെ ഒന്ന് ചിന്തിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. സിക്സ്ത് നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഗുഡ് എൻവയോൺമെൻ്റ് ആണ്, നല്ല അന്തരീക്ഷം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങളുടെ ജോലി സ്ഥലമൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് ഒന്ന് ചിന്തിക്കുക. അത് നിങ്ങളെ ഷോൾഡറിൽ ഇങ്ങനെ ആ ഒരു രംഗം ഇവിടെ ഇങ്ങനെ ചിത്രീകരിച്ച് വെക്കുക. ഏഴാമത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് സ്ലീപ്പാണ്. അപ്പോൾ നമ്മളൊരു കുട്ടി വേണമെങ്കിൽ നിങ്ങൾ ഗുഡ് സ്ലീപ്പിന് നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷന് കോളറാണ്. അപ്പോൾ കോളറിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? കോളറിൽ വേണമെങ്കിൽ ഒരു ആട്ടുതൊട്ടിലിൽ ഒരു കുട്ടി ഇങ്ങനെ കിടന്ന് ആടുന്നത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബെഡിൽ ഇങ്ങനെ കുട്ടി ഇങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു കിടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അത് ഏഴാമത്തെ പോയിൻ്റ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. എട്ടാമത്തെ നമ്മൾ പറഞ്ഞു ബ്രെയിൻ പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ നമ്മൾ എട്ടാമത്തെ പോയിൻ്റ് നമ്മൾ ബോഡി ലൊക്കേഷനിൽ പറഞ്ഞത് ഫിംഗേഴ്സാണ്. അപ്പോൾ ഫിംഗേഴ്സിൽ കുറേ ഹെൽമെറ്റൊക്കെ നമ്മൾ വിരലുമേൽ ഇങ്ങനെ ധരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആണ് ഒമ്പതാമത്തെ ലൊക്കേഷന്. അതിന് നമ്മൾ പറഞ്ഞ ഒമ്പതാമത്തെ പോയിൻ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ന്യൂ ലേണിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് കുറേ പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ നിങ്ങളുടെ വയറ്റത്ത് ഇങ്ങനെ കയറ്റി വെച്ചതായിട്ട് ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റ് ഇവിടെ ഒരു ലൈബ്രറി ആയിട്ട് കാണും, അവിടെ കുറേ പേര് ഇരുന്ന് ഇങ്ങനെ പുസ്തകം വായിക്കുന്നു, കുറേ പുതിയ എഴുത്തുകളൊക്കെ എഴുതുന്ന രംഗം ഒന്ന് ചിത്രീകരിച്ച് നോക്കൂ.
അപ്പോൾ അതും നിങ്ങൾക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. 10ാമത്തെ ലൊക്കേഷൻ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ സീറ്റാണ്. 10ാമത്തെ പോയിൻ്റ് അന്ന് നമ്മൾ പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്, സമ്മർദ്ദങ്ങൾ കുറക്കാനാണ്. അപ്പോൾ 10ാമത്തെ ലൊക്കേഷന് സീറ്റ്, അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യോഗ പോലത്തെ കാര്യങ്ങൾ പരിശീലിക്കുന്നു, മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നു, സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രകൃതി നിരീക്ഷിക്കുന്നു. അതൊക്കെ നിങ്ങൾ ആ ബോഡിയിൽ അവിടെ ലൊക്കേഷൻ ആക്കിയിട്ട് ചിത്രീകരിച്ചൊന്ന് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഈ 10 പോയിൻറ്റും ഈ 10 ലൊക്കേഷൻ ബേസ്ഡായിട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ റിപ്പീറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുട്ടികളോടും മുതിർന്നവരോടും എല്ലാവരോടും ഇത് ചർച്ച ചെയ്തിട്ട് ഈ ഒരു മെമ്മറി ട്രിക്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇതുപോലെ തന്നെ നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. ആ കാര്യങ്ങൾ ആ 10 പോയിൻറ്റുകളോ 8 പോയിൻറ്റുകളോ എത്ര പോയിൻറ്റുകളാണെങ്കിലും ഈ ലൊക്കേഷനുകൾ സ്റ്റോർ ചെയ്യുന്ന ടെക്നിക്കും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാക്കിക്കൊണ്ട് അവരെ കൊണ്ട് ഓർമ്മിപ്പിക്കാനൊന്ന് ശ്രമിച്ച് നോക്കുക. ഈ പറഞ്ഞ ഇൻഫർമേഷൻ മാത്രമല്ല, പുതിയ കാര്യങ്ങൾ. കാരണം നമുക്ക് ഈ ഒരു ടെക്നിക്ക് പറയുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിന് ശ്രമിച്ച് ഈ മെമ്മറി ടെക്നിക്സ് ഒരു വൈറലാക്കിയിട്ട് നിങ്ങൾ മാറ്റിയെടുക്കണം.